കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തപ്പോൾ രണ്ടുപേർക്ക് ഐഡിയ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ ഫാമിലിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. പണ്ട് പോലെ ശ്രീധരൻ വാങ്ങുന്നതോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു നോർമലി എല്ലാവരും നടക്കുന്ന ഒരു കല്യാണ ദിവസം ചെറിയൊരു രീതിയിൽ നടത്താം. നമ്മൾ ഒരുപാട് പൈസ ഒന്നുമില്ല, ചെറിയ പൈസ നമുക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന പോലെ ആർക്കെങ്കിലും. അപ്പോൾ നമ്മളൊരു 2 കുട്ടികളെ ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരാന്നൊന്നും പറയുന്നില്ല, നമുക്ക് അധികം പരിചയമില്ല. നമുക്കൊരു കണക്ഷൻ വഴി വന്ന 2 പേര് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് പിന്നെ നമ്മൾ ഈ ഒരു മാത്തൂർ ഒരു ബഡ്സ് സ്കൂളുണ്ട്, ഈ ഓട്ടിസം ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികൾക്ക് അവർക്ക് അവിടുത്തെ ടീച്ചറായിട്ട് സംസാരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്ക് പറഞ്ഞപ്പോൾ കുറച്ച് ഡ്രോയിങ് ബുക്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ ചുമ്മാ നമ്മളിങ്ങനെ സ്റ്റേജ് ഡെക്കറേഷൻ, ഫ്ലവർ അങ്ങനെ വേസ്റ്റ് ആക്കി കളയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് യൂസ് ആയിട്ട് ചെയ്തുകൂടാ. നമ്മുടെ ഒരു നല്ല ഡേ ആണ്, ആ സമയത്ത് കുറച്ച് പേര് കൂടെ നമ്മുടെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള ഒരു ഐഡിയോളജി എന്നുള്ളത്. എന്നയാളെ എന്റെ നിയമാനുസൃത കർത്താവായി സ്വീകരിച്ചിരിക്കുന്ന തോന്നുന്നു. നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ കുറേ വിചിത്രങ്ങളൊക്കെ നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു തിരിച്ചറിവോടുകൂടി ഈ കൊച്ചു പ്രായത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാനും അത് 2 കുടുംബത്തിലെ അച്ഛനമ്മമാരെ അത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതിൽ ഇന്നത്തെ താരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ മക്കളെക്കാളേറെ ഈ 2 രക്ഷിതാക്കളാണ്. പറയാതെ വയ്യ. അവർക്കൊരു കയ്യടി കൊടുക്കും പ്ലീസ്. കാരണം അവർ ഈ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത് ഇത്രയും നല്ലൊരു കാര്യത്തിന് തുടർന്നാണ് മക്കൾക്കൊപ്പം നിന്നത്. പലതരം കംബാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു പ്രത്യേകതരം പ്രണയിതാക്കളായിരുന്നു ഇത്. അതായത് ഇപ്പം നമുക്കറിയാം, നമുക്കൊരു എല്ലാവരും പ്രേമിക്കുന്നവരാണെങ്കിൽ അറിയാം. അതായത് നമ്മൾ കാമുകിമാരോട് വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഫുഡ് കഴിച്ചു, ഞാൻ ഇത് ചെയ്തു. പക്ഷെ കൂടെ കിടക്കുന്നവർ എന്തൊക്കെ ചെയ്തെന്ന് വരെ പറയുന്ന ഒരു കംബാക്കുകൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി എടാ എടി രാജൻ കുളിച്ചിട്ട് ഇറങ്ങി കേട്ടോ, എടി രാജൻ ഫുഡ് കഴിച്ചു കേട്ടോ, എടി രാജൻ 4ാമത്തെ ഗ്ലാസ് വെള്ളം കുടിച്ചു കേട്ടോ. പ്രപ്പോസ് ചെയ്ത് ഇയാളെ വീട്ടിൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രപ്പോസിങ് ആയിരുന്നില്ല, ജസ്റ്റ് ആളുടെ ഒരു ഫീലിങ്സ് പറയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, മേ ബി അത് ചിലപ്പോൾ പോവാം അങ്ങനെ, അല്ലാണ്ട് എനിക്ക് റിപ്ലൈ വേണം ഇങ്ങനെയാണ് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഒരാളൊരു ഇൻഫാക്ച്വേഷൻ ജസ്റ്റ് അത്രേ ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ തനിയെ പെക്കോളും അങ്ങനത്തെ ഇതിലാണ് വിചാരിച്ച്, പക്ഷെ അത് പോയില്ല. എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റും. ഫുൾ ടൈം മടിയൊക്കെയാണ്, ഫുൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കും. എന്നാലും
അറ്റ് ദ എൻഡ് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഞാൻ ഒരു ഹോമായിരുന്നു അനുവിൻ്റെ. ഇത് പോസിബിൾ ആവുമെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അനുവിൻ്റെയും അനുവിൻ്റെയും അവരുടെ ആ ഒരു ബോൾഡ്നെസ്സും കാര്യങ്ങളൊക്കെ കാരണമാണ് ഇത് അത്രയും സക്സസ്ഫുൾ ആയിട്ട് നടന്നത്. എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവായിട്ടുള്ളതാണ്. പെട്ടെന്നായിരുന്നു അവനൊരു ചേഞ്ച് വന്നത്. അത് എനിക്ക് തോന്നുന്നു അഞ്ജന വന്നതുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മെച്യൂരിറ്റി ലെവൽ ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു പക്വതയോടെയാണ് അവൻ ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഇതുപോലെ പണിയെടുത്തൊരു 99 hours പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇവനും. പക്ഷേ ഇവൻ പാഷൻ്റെ പുറകെ ഇവനെല്ലാം വിട്ടെറിഞ്ഞ് പോയെന്ന് അറിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസമാണ് എന്നെ വിളിക്കുന്ന കല്യാണത്തിന്. അത് പെട്ടെന്നൊരു എന്താ പറയാ, നമ്മൾ ഞെട്ടിപ്പോയി അല്ലേ. ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ പഠിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ അതിയായ സന്തോഷവും എന്താ പറയുക, ഞങ്ങളെല്ലാവരും നന്ദിയും കടപ്പാടും. अब तेरे बिना सजना सजना काटे